നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സിദ്ധു, മോൻ അവിടെ പോയിരിക്കെ. എനിക്ക് മാലാഖയോട് സംസാരിക്കണമ്മ. സംസാരിക്കാം സിദ്ധു, കുറച്ച് കഴിയട്ടെ. മോനിപ്പോ അവിടെ ചെന്നിരിക്കും. ഇല്ല ഇല്ല, ഞാൻ ഇവിടെ നിന്നോളാം. സിദ്ധു പറയുന്നത് കേക്ക് മോനെ. എനിക്ക് സംസാരിക്കണം അമ്മ. അമ്മ പറയുന്നത് കേക്ക് മോനെ. നല്ല കുട്ടിയല്ലേ, ഇപ്പൊ അവിടെ ഇരിക്കും. ചെല്ല് സിദ്ധു, പോയിരിക്കും. ദേവിക, ഒന്ന് വരൂ, എനിക്കൊന്ന് സംസാരിക്കണം. ആരും ബഹളം വെക്കരുത്. ഞാനിപ്പോ വരാം. കുട്ടാ, ഞാനിപ്പോ വരാം. നോക്കണേ. എന്താ മാഡം, എന്താ പറയാനുള്ളത്? എല്ലാം ആലോചിച്ചിട്ട് തന്നെയല്ലേ ദേവിക സിദ്ധുവായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത്? അതെ, അത് ഞാൻ മാഡത്തിനോടും മുത്തശ്ശിയോടും വ്യക്തമായിട്ട് തന്നെ പറഞ്ഞതാണല്ലോ. പിന്നെന്ത് പറ്റി? ദേവികയെ സിദ്ധുവായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ഗോപിക അവിടെ കിടന്ന് ബഹളം കൂട്ടുന്നുണ്ടായിരുന്നു. ഓ, അതാണോ കാര്യം? അവളിത് എന്നോടും പറഞ്ഞിരുന്നു. ഋഷിയോ അവൾക്ക് സപ്പോർട്ടായിട്ട് സംസാരിച്ചേ. ഋഷി ഗോപികയെ സപ്പോർട്ട് ചെയ്തെന്നോ? എന്നിട്ട് അവൻ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. മാഡം ടെൻഷനാവണ്ട. ഇനി അതൊന്നും ചിന്തിക്കുക വേണ്ട. ഗോപിക പറഞ്ഞതൊന്നും കാര്യാക്കണ്ട. കുട്ടനുമായിട്ടുള്ള വിവാഹത്തിന് മനസ്സറിഞ്ഞ് തന്നെ ഞാൻ സമ്മതിച്ചത്. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എന്റെ വാക്കും തീരുമാനം ഞാൻ മാറ്റില്ല മാഡം. ധൈര്യമായിട്ടിരിക്കുക. നിന്നോട് ഞാൻ എങ്ങനെയാ നന്ദി പറയണ്ടേ? സിദ്ധുവിനെ പോലെ ഒരാളെ വിവാഹം കഴിക്കാൻ ഏത് സ്ത്രീയാ തയ്യാറാവുക എന്നാ ഗോപിക എന്നോട് ചോദിച്ചേ. നീ അതിന് തയ്യാറാണല്ലോ അല്ലേ? മാഡം ഇനി ഇതിനെക്കുറിച്ച് പറഞ്ഞ് പ്രയാസപ്പെടരുത്. ഞാൻ പറഞ്ഞില്ലേ, ദയവായിട്ടായി വിവാഹത്തിന് എന്നെ സമ്മതിപ്പിച്ചത്. ഇത് ഈശ്വര നിശ്ചയ. അതുകൊണ്ട് നന്ദി പറയേണ്ടതും കരയേണ്ടതൊക്കെ ഈശ്വരന്റെ മുൻപിലാ. മാഡം കണ്ണു തുടക്കേ. ദേവികെ, എന്റെ കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ നിന്നെ ഏൽപ്പിക്കുക. ഗോപികയുടെ അനിഷ്ടവും നീ മാറ്റിയെടുക്കണം എന്നു മാത്രമല്ല, കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇനി നീ വേണം നോക്കി നടത്താൻ. എല്ലാം ഞാൻ കണ്ടറിഞ്ഞ് ചെയ്തോളാം മാഡം. ഋഷിയുടെ കല്യാണം നടന്നതുപോലെ ആവരുത് സിദ്ധുവിന്റെ കല്യാണം എന്നൊരു വാശി എനിക്കുണ്ട്. ഈ നാട് കണ്ടതിൽ വെച്ച് കേമമായ വിവാഹമായിരിക്കണം സിദ്ധുവിന്റേത്. ഞാൻ കുറച്ച് പണം ദേവിയയ്ക്ക് തരാം. ആ പണം കൊണ്ട് അഞ്ജിതയ്ക്കും ദേവികയ്ക്കും വേണ്ട ആഭരണങ്ങൾ നിങ്ങൾ വാങ്ങിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.